ഹായ് എവരിവൺ, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എജൂതാലിം പ്രൊവൈഡ് ചെയ്യുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഫയൽ ആൻഡ് മെറ്റീരിയൽസിനെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ 80% പ്രാക്ടിക്കലും 20% തിയറിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ്. നമുക്ക് ആകെ 3 പേപ്പേഴ്സാണ് തിയറി വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് മോണ്ടിസോറി പ്രിൻസിപ്പൽ ആൻഡ് ഫിലോസഫി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോണ്ടിസോറി അഡ്മിനിസ്ട്രേഷൻ. ദെൻ അതിന് ശേഷം വരുന്നതാണ് മോണ്ടിസോറി കരിക്കുലം. ഇതിൽ മോണ്ടിസോറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എന്നാൽ മോണ്ടിസോറി കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയററ്റിക്കൽ വേർഷൻ ആണ് ഇതിൽ വരുന്നത്. എന്നാൽ മോണ്ടിസോറി പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ് സൈക്കോളജിയും അതുപോലെയുള്ള കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ഒരു 15 days ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. അത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പോവാം. അതിന് വേണ്ടിയിട്ടുള്ള ലെസൺ പ്ലാനിങ്ങിൻ്റെ ബുക്സാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രാക്ടിക്കൽ ഏരിയനെ കുറിച്ചാണ്. നമുക്ക് 5 ഏരിയയാണ് പ്രാക്ടിക്കൽ ഏരിയ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫയൽ ആൻഡ് മെറ്റീരിയൽസ് ആണ് ഈ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ എ ബണ്ടിൽ ഓഫ് TA ആണ്. TA മീൻസ് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതിൻ്റെ തിയററ്റിക്കൽ വേർഷനും പിന്നെ അതിൻ്റെ എയിംസും കൺട്രോൾ ഓഫ് എററുമാണ്. ഇത് നമ്മൾ ആ ലാബിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഷീറ്റാണ്, ഫോട്ടോ ഷീറ്റാണിത്. ദെൻ അതിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽ മേക്കിംഗ് വരുന്നുണ്ട്. ആ മെറ്റീരിയൽ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ത്രെഡ്, അതുപോലെ ക്രോസ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അതുപോലെ നമുക്ക് കളർ ഷീറ്റുണ്ട്, A4 ഷീറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓരോ ഫയലുകളും ഇതിലുള്ള ഓരോന്നും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഫുകളാണിത്. ദെൻ ഇത് നമ്മൾ ഫ്രണ്ട് പേജാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഫയൽ സെറ്റ് ചെയ്യാനുള്ളതും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഏരിയക്കുള്ളത്. നമ്മളുടെ രണ്ടാമത്തെ ഏരിയ ആണ് സെൻസോറിയൽ ഏരിയ. സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ 5 സെൻസ് ഓഫ് ഓർഗൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏരിയ ആണ്. ഈ 5 സെൻസ് ഓഫ് ഓർഗൻസിന് നമ്മളുടെ മോണ്ടിസോറി ടേംസിൽ വേറെ നെയിമുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫയൽ ആൻഡ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ വരുന്നത് TA ആണ്. TA മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റും അതുപോലെ തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും പിന്നെ അതുപോലെ നമ്മളുടെ ഈ ഒരു ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ലാബിൽ ആക്ടിവിറ്റി ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വെക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് അതിൽ വേണ്ട ലീഫും കാര്യങ്ങളുമാണ് ഇതുള്ളത്. ഈ ഫയലിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏരിയ ആണ് ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലേ, എന്താണ് കുട്ടികളെ എങ്ങനെയാണ് ഫോണോഗ്രാംസും കാര്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമ്മൾ 3 സ്കീമിലാണ് ചെയ്യുന്നത്. പിങ്ക്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഈ 3 സ്കീമിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 സ്കീമിൽ ലാംഗ്വേജ് ഏരിയ വരുന്നത്. അതിൻ്റെ TA ആണ് ഈ കാണുന്നത്. ദെൻ അതിൻ്റെ പിക്ചേഴ്സാണ്, നമ്മൾ ലാബിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇതിലുള്ളത്. ആ ഫോട്ടോസും അതിൻ്റെ TAസും അതേപോലെ അത് വെക്കാനുള്ള ലീവ്സും പിന്നെ നമ്മളുടെ ഫ്രണ്ട് പേജും ഫയലും എല്ലാതുമാണ് ഈ കാണുന്നത്. നാലാമത്തെ ഏരിയ ആണ് മാത്തമാറ്റിക്സ്. കുട്ടികൾക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എങ്ങനെ ഈസി ആയി പഠിപ്പിക്കാം എന്നതാണ് മാത്തമാറ്റിക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫോട്ടോ ഷീറ്റ്സാണ്. ദെൻ അതിൽ കുറച്ച് ടേബിൾ ഓഫ് സം കാർഡ് ഉണ്ട്. ടേബിൾ ഓഫ് സം കാർഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള TA-യും പിക്ചറും അതേപോലെ ലീഫും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഏരിയ, 5ാമത്തെ ഏരിയ ആയിട്ടുള്ള കൾച്ചറൽ, അതിൻ്റെ മെറ്റീരിയൽസ് ആണ്. കൾച്ചറൽ ഏരിയയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് സോളജി, ബോട്ടണി, ജോഗ്രഫി ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ആണ്. അത് സിമ്പിൾ വേർഷനിലൂടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള TA ആണിത്. TA-യും അതേപോലെ അതിൻ്റെ പിക്ചേഴ്സും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ പിക്ചേഴ്സും അത് സെറ്റ് ചെയ്യാനുള്ള TA-യും അതുപോലെ ഷീറ്റ്സ് ഓഫ് പിക്ചേഴ്സും അതേപോലെ അതെല്ലാം പേസ്റ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള ലീഫും ഫയലും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്.